വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ലൂക്കോസ് 24 13 മുതൽ 35 വരെ. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനം അടുത്തിയെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്നു പേരുള്ളവൻ, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്നുത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെക്കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഈ സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് നടക്കുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കയിൽ തങ്ങൾക്ക് അറിവായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളിൽ ലൂക്കോസ് മാത്രം പറയുന്ന ഒരു സംഭവമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്നും ഞായറാഴ്ച രാവിലെ എമ്മൗസിലേക്ക് പോകുന്നു. വെള്ളിയാഴ്ചയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. പിറ്റേ ദിവസം ശനിയാഴ്ച അവർക്ക് ജോലിയൊന്നും ചെയ്യാൻ അനുവാദമില്ല, യാത്ര ചെയ്യാൻ അനുവാദമില്ല. അവർ യെരുശലേമിൽ പാർത്തു. എന്നാൽ ഞായറാഴ്ച രാവിലെ അവർ എമ്മൗസിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇതിനോടകം തന്നെ യേശുവിനെ അടക്കിയ കല്ലറ കാലിയാണ് എന്ന കാര്യം സ്ത്രീകൾ പറഞ്ഞ് ഇവർ അറിഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഈ 2 പേർ വളരെ നിരാശരായിരുന്നു. അവരുടെ നിരാശയുടെ കാരണം അവരുടെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. യേശു ഇസ്രായേലിൻ്റെ മെശിഹയാണ്, അവൻ ഇസ്രായേലിനെ വിടുവിക്കുമെന്നവർ പ്രതീക്ഷിച്ചു. എന്നാൽ മഹാപുരോഹിതന്മാരും നേതാക്കളും അവനെ ക്രൂശിച്ചു കൊന്നു. അവരുടെ നിരാശയുടെ കാരണം അതായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നിരാശയുണ്ടാകും. നാം പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുമ്പോൾ നാം നിരാശരാകും. ദൈവം നാം ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. നാം പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവം ഉത്തരം നൽകുന്നില്ല എന്നൊക്കെ നാം അറിയുമ്പോൾ നാം നിരാശരാകും. ഇങ്ങനെ നിരാശയുണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ ഹിതവുമായി നമ്മുടെ പ്രതീക്ഷകൾ ഒത്തുചേരാത്തതാണ്. ക്രിസ്തു കഷ്ടം സഹിക്കേണ്ടതാണ് എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ക്രിസ്തു കഷ്ടം സഹിക്കേണ്ടതാണ്, അല്ലെങ്കിൽ യേശു കഷ്ടം സഹിക്കുമെന്ന് യേശു താൻ തന്നെ പറഞ്ഞതുമാണ്. ഇത് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു. മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ പാപം ദൈവപുത്രനായ യേശുവിനെ ക്രൂശിക്കുക എന്നതാണ്. ഇത് ദൈവം അനുവദിച്ചു. എന്നാൽ ഈ
ഹീനകൃത്യം നടന്നപ്പോഴും ചരിത്രത്തിലെ ഏറ്റവും വലിയ പാപം മനുഷ്യൻ ചെയ്തപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ദൈവമാണ്. പാപം ദൈവത്തിൻ്റെ പ്ലാനല്ല. പക്ഷേ മനുഷ്യൻ പാപം ചെയ്യുമ്പോഴും ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. ദൈവം പാപത്തിന് ഉത്തരവാദിയല്ല, എങ്കിലും ദൈവം എല്ലാം നിയന്ത്രിക്കുന്നു. മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ പാപമായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, അതും ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു എന്ന് നമുക്കിന്നറിയാം. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ അറിവും സമ്മതവും കൂടെയാണ് നടക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്, എങ്കിലും ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ ചെയ്ത ഹീനകൃത്യം അതും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി മാറുന്നു. യേശു മിശിഹയാണ് എന്നിവർ പ്രതീക്ഷിച്ചു. അതിൻ്റെ അർത്ഥം യേശു രാജാവായി ഇസ്രയേലിന് ഒരു നല്ല ഭരണം നടത്തും എന്നവർ പ്രതീക്ഷിച്ചു. എന്നാൽ അതായിരുന്നില്ല ദൈവത്തിൻ്റെ പ്ലാൻ. യേശു മരിച്ചു. അതോടുകൂടി അവരുടെ സകല പ്രതീക്ഷയും അസ്തമിച്ചു. ദൈവത്തിൻ്റെ പ്ലാൻ നമ്മുടെ പ്ലാനുമായി ചേരാത്തപ്പോൾ നാം നിരാശരാകും. രണ്ടാമതായി, ഇവർ നിരാശരാകാനുണ്ടായ മറ്റൊരു കാരണം ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യം മനസ്സിലാകാതെ വണ്ണം ഇവരുടെ കണ്ണ് അടഞ്ഞിരുന്നു. അല്ലെങ്കിൽ ദൈവം അവരുടെ കണ്ണടച്ചിരുന്നു. അവർക്കത് വെളിപ്പെടുത്തി കൊടുത്തില്ല. ദൈവം നമ്മുടെ കണ്ണടച്ചാൽ നമുക്ക് നിരാശ തോന്നും. കാരണം നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുകയില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശവും പദ്ധതിയും ദൈവത്തിൻ്റെ സമയവും അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണം. അത് വെളിപ്പെടുത്താതെ വണ്ണം നമ്മുടെ കണ്ണടഞ്ഞിരുന്നാൽ നാം നിരാശരാകും. ദൈവവചനം പൂർണ്ണമായി വിശ്വസിക്കാതിരുന്നതാണ് ഇവർ നിരാശരാകുവാനുണ്ടായിരുന്ന മറ്റൊരു കാരണം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അവർ വിശ്വസിച്ചു. ക്രിസ്തുവിൻ്റെ മഹത്വം, ക്രിസ്തു അത്ഭുതം ചെയ്യുന്നത്, അവൻ്റെ പഠിപ്പിക്കലുകൾ, ഇതൊക്കെ അവർക്ക് ഇഷ്ടമായിരുന്നു. മഹത്വസമ്പൂർണനായ മിശിഹ, ഇതവർക്ക് വിശ്വസിക്കാൻ ഇഷ്ടമായിരുന്നു. അതവർ അംഗീകരിച്ചു. എന്നാൽ ഇതേ ദൈവവചനം തന്നെ ക്രിസ്തു കഷ്ടം അനുഭവിക്കണമെന്നും മരിക്കണമെന്നും ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. അത് അവർ കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ചു. ദൈവവചനത്തിലുള്ള വാഗ്ദത്തങ്ങൾ നമ്മൾ വിശ്വസിക്കും. അത് നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ടതാണ്. എല്ലാ ആണ്ടവസാന യോഗത്തിനും മിക്ക ചർച്ചുകളിലും പ്രോമിസ് കാർഡ് വിതരണം ചെയ്യും. എന്നാൽ ബൈബിളിൽ പ്രോമിസസ്, വാഗ്ദത്തങ്ങൾ മാത്രമല്ല ഉള്ളത്. നാം ചെയ്യേണ്ട കാര്യങ്ങളും നമുക്കുള്ള മുന്നറിയിപ്പുകളും എല്ലാം ഉണ്ട്. വാഗ്ദത്തങ്ങളിൽ, നല്ല കാര്യങ്ങളിൽ മാത്രം നാം ശ്രദ്ധിച്ചാൽ നാം നിരാശരാകാൻ സാധ്യതയുണ്ട്. അതാണ് ഇവർക്ക് പറ്റിയത്. ദൈവവചനം മനസ്സിലാക്കാനും വിശ്വസിക്കാനും ഇവർക്ക് മന്ദതയായിരുന്നു. യേശു അവരോട് ആദ്യം തന്നെ പറഞ്ഞത്, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ്. ദൈവവചനം മനസ്സിലായില്ലെങ്കിൽ നാം മന്ദബുദ്ധികളാണ് എന്നാണ് യേശു പറഞ്ഞത്. ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതും നമ്മെ നിരാശരാക്കും. ഇവരുടെ നിരാശ മാറിയതെങ്ങനെയാണ് എന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ വായിൽ നിന്നും ദൈവവചനം കേട്ടപ്പോഴാണ് അവരുടെ നിരാശ മാറുവാൻ തുടങ്ങിയത്. നിരാശ മാറുവാൻ വേണ്ടി ചെയ്ത മറ്റൊരു കാര്യം മറ്റു വിശ്വാസികളോട് ചേർന്നു എന്നാണ്. അതും നാം ഈ ഭാഗത്തിൻ്റെ അവസാനം വായിക്കുന്നു. ദൈവവചനത്തിൽ കർത്താവിനെ കാണാൻ അവർക്ക് കഴിഞ്ഞപ്പോൾ അവരുടെ നിരാശ മാറി. കർത്താവിനെ കാണണം, അതാണ് പ്രധാനം. കർത്താവ് നൽകുന്ന കാര്യങ്ങൾ അത് കണ്ടിട്ട് കാര്യമില്ല. ഒഴിഞ്ഞ കല്ലറ ഒരിക്കലും അവർക്ക് സമാധാനം നൽകില്ല. ശിഷ്യന്മാർ ഒഴിഞ്ഞ കല്ലറ കണ്ടു, സ്ത്രീകൾ കണ്ടു. പക്ഷേ അതൊന്നും അവരുടെ പ്രശ്നത്തിൻ്റെ പരിഹാരമായില്ല. അവരുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം കർത്താവായിരുന്നു. ഇന്ന് അനേകർ കല്ലറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു, യേശു ക്രൂശിക്കപ്പെട്ട ആ കുരിശിന് പ്രാധാന്യം കൊടുക്കുന്നു, അവൻ കുടിച്ച ചൊറുക്കയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു, യേശു ധരിച്ചു എന്ന് പറയുന്ന വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ കർത്താവിന് പ്രാധാന്യമില്ല. കർത്താവിനെ കാണുക വഴിയാണ് നമ്മുടെ നിരാശ മാറുന്നത്.
നാം വാസ്തവത്തിൽ യഥാസ്ഥാനപ്പെടുന്നത്, അത് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയണം. ഇവരുടെ നിരാശ മാറുവാനുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഇവർ ടീച്ചബിളായിരുന്നു, പഠിക്കുവാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. കർത്താവ് ആദ്യം തന്നെ അവരെ വിളിച്ചത് മന്ദബുദ്ധികളെ എന്നാണ്. ഇത് കേട്ട് വേണമെങ്കിൽ അവർക്ക് ഒഫൻഡഡ് ആകാമായിരുന്നു. ഇയാളെന്താ ഞങ്ങളെ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ യേശു പറഞ്ഞ കാര്യങ്ങൾ യേശുവാണെന്ന് മനസ്സിലാകാതെ തന്നെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും അവർക്ക് കഴിഞ്ഞു. അവർക്ക് തെറ്റുപറ്റിയെന്ന് ബോധ്യമായപ്പോൾ അവർക്ക് മാറാനുള്ള മനസ്സും ഉണ്ടായിരുന്നു. ഇവരുടെ നിരാശ മാറാനുണ്ടായ മറ്റൊരു കാരണം, ഇവർ കർത്താവിനെ വീട്ടിലേക്ക് സ്വീകരിച്ചു. ഇവർ ഒരു അതിഥിയായിട്ടാണ് കർത്താവിനെ സ്വീകരിച്ചത് എന്ന് നമുക്കറിയാം. എന്നാൽ ഭക്ഷണ സമയത്ത് ഇവർ കർത്താവിനെ അതിഥിയായിട്ടല്ല സ്വീകരിച്ച്, മറിച്ച് ആതിഥേയനായിട്ടാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് അപ്പം മുറുക്കി എന്നുള്ള കാര്യം നാം അവിടെ വായിക്കുന്നത്. അപ്പം മുറിച്ച് കൊടുക്കുന്നത് അതിഥിയല്ലല്ലോ, ആതിഥേയനല്ലേ. അപ്പോൾ യേശുവിനെ അവരുടെ വീട്ടിലേക്ക് കൈക്കൊണ്ടത് ഒരു അതിഥിയായിട്ടല്ല, മറിച്ച് അവരുടെ വീടിൻ്റെ അധികാരമുള്ളവനായിട്ടാണ് യേശുവിനെ അവർ അംഗീകരിച്ചത്. നമ്മുടെ ജീവിതത്തിലെ നിരാശ മാറാൻ ഇതാണ് പ്രധാന വഴി. യേശുവിന് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുക്കുക. അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിരാശയുള്ള ഒരു സമയമായിരുന്നു അവർ യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് നടന്നത്. ദൈവം അവരെ കൈവിട്ടു, അവരുടെ പ്രതീക്ഷകളൊന്നും നടന്നില്ല എന്ന് കരുതി നിരാശയോടെ അവർ നടന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വാസ്തവമാണ്. നാം നിരാശപ്പെട്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും താണ അവസ്ഥ എന്ന് കരുതുന്ന ആ സന്ദർഭത്തിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഇവർക്കുണ്ടായ ആത്മീക അനുഭവങ്ങളും കൂട്ടായ്മയും അവർ കേട്ട ദൈവവചനവും എല്ലാം യേശുവുമായി സംസാരിച്ചപ്പോൾ അവർ ഓർത്തു. എന്നാൽ യേശു അവരുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷനായപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. യേശുവിൻ്റെ സാന്നിധ്യം ഇനി പഴയതുപോലെയല്ല. നമുക്കറിയാമല്ലോ, യേശു ഉയർത്തെഴുന്നേറ്റത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണ്. ആ ശരീരത്തിന് ഭൗതികമായ നിയമങ്ങളെ അനുസരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഭൗതിക നിയമങ്ങൾക്ക് അതീതമാണ്. കല്ലറ തുറക്കാതെ തന്നെ താൻ കല്ലറയുടെ പുറത്തു വന്നു. അടഞ്ഞിരുന്ന ഒരു മുറിക്കുള്ളിൽ ശിഷ്യന്മാരുടെ മുമ്പിൽ താൻ പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ അർത്ഥം പുനരുത്ഥാനത്തിൽ തനിക്ക് തേജസ്കരിക്കപ്പെട്ട ശരീരം ഉണ്ടായിരുന്നു. അത് തൻ്റെ പഴയ ജഡശരീരത്തിൽ നിന്നും വ്യത്യസ്തമാണ് എന്നതാണ്. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന മറ്റ് ചില സംശയങ്ങളുണ്ട്. അതിലൊന്ന്, ഈ പറഞ്ഞ 2 ശിഷ്യന്മാർ, അതിലൊരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട് ക്ലിയോപ്പാവ്. ഇവരെക്കുറിച്ച് ഇതിനു മുമ്പോ ഇതിന് ശേഷമോ നാം വായിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് ലൂക്കോസ് ഇവരെ തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് മറ്റ് 11 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തില്ല? ഓഫ് കോഴ്സ്, യൂദ താൻ കർത്താവിനെ വഞ്ചിച്ചു, പോയി തൂങ്ങിച്ചത്തു, അത് നമുക്കറിയാം. മറ്റ് 11 പേർ എവിടെ? ഈ സംശയങ്ങൾ നമുക്ക് തോന്നും. ഏതായാലും ലൂക്കോസ് ഈ സംഭവം വിവരിച്ചിരിക്കുന്നത് 2000 വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന നമുക്ക് വലിയൊരു എൻകറേജ്മെൻറ്റാണ്. കാരണം ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ. അതിൻ്റെ അർത്ഥം ഇത് എല്ലാ വിശ്വാസികൾക്കും വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. 1-ാം നൂറ്റാണ്ടിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല. 11 അപ്പോസ്തലന്മാർ, അവർക്ക് യേശു മിശിഹയാണെന്നും യേശുവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിയാമായിരുന്നു. ഉദാഹരണത്തിന് പത്രോസും യോഹന്നാനും യാക്കോബും അവർ മരുരൂപമലയിൽ യേശുവിനെ തേജസ്കരിക്കപ്പെട്ടവനായി കണ്ടതാണ്. യേശു ആരാണെന്ന് അവർ പറഞ്ഞതുമാണ്. എന്നാൽ ഒരു പക്ഷേ ഇവർക്ക് അതിനുള്ളൊരവസരം ഉണ്ടായില്ല. യേശു അവരോട് പഴയ നിയമത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ച് പറഞ്ഞു കൊടുത്തു. പിന്നെ ഇവരെന്തുകൊണ്ടാണ് എമ്മോസിലേക്ക് പോകുന്നത്? നമുക്കറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം ഗലീലക്കാരായിരുന്നു. പത്രോസ് തള്ളിപ്പറഞ്ഞ സമയത്ത് ആ സ്ത്രീ പറയുന്നത്, നീ ഗലീലക്കാരൻ, നിൻ്റെ ഉച്ചാരണം കേട്ടാൽ അറിയാമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും ഗലീലക്കാരായിരുന്നു.
ഞായറാഴ്ച രാവിലെ അവരെല്ലാവരും ഗലീലയിലേക്കാണ് പോകേണ്ടത്. എന്നാൽ അവർ ഒരുപക്ഷെ യെരുശലേമിൽ തന്നെ തങ്ങിയത് ഈ ഒഴിഞ്ഞ കല്ലറയുടെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും. പിന്നെ അവർ വീട്ടിൽ പോയി എന്ന് പറയുന്നത് പത്രോസ് യെരുശലേമിൽ താമസിച്ചിരുന്ന ഒരു വീട്. എമ്മോസ് എന്ന് പറയുന്നത് യെരുശലേമിൽ നിന്ന് അധികം ദൂരമുള്ള സ്ഥലം അല്ലല്ലോ. അതുകൊണ്ട് ഇവർ ഒരുപക്ഷെ എമ്മോസിലേക്ക് പോയത് അവിടെ പാർത്തിട്ട് പിന്നീട് ആവശ്യമെങ്കിൽ തിരിച്ചു വരാനായിരുന്നിരിക്കാം. ഒഴിഞ്ഞ കല്ലറയുടെ പുറകിലുള്ള സത്യം കണ്ടുപിടിക്കണമെന്ന് ഇവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ യേശു ഇവരോടൊപ്പം നടക്കാൻ തീരുമാനിച്ചു. ഇനി യേശു എന്തുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ താൻ ആരാണെന്ന് ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാഞ്ഞത്? നമ്മളിവിടെ വായിക്കുന്നത് അവൻ അവരുടെ കണ്ണ് അടച്ചിരുന്നു. അവർക്ക് മനസ്സിലായില്ല. എന്താണ് അതിൻ്റെ കാരണം? ഇതിനെക്കുറിച്ച് പലരും പല കാരണങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിലൊന്നാമത്തേത്, ഈ ശിഷ്യന്മാരെ അവരുടെ നിരാശയിൽ നിന്നും രക്ഷിക്കുവാൻ കർത്താവ് അവരോട് പറഞ്ഞത് ദൈവവചനമാണ്. പഴയ നിയമത്തിൽ മോശ തുടങ്ങി പ്രവാചകന്മാർ ക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ താൻ വിവരിച്ചു കൊടുക്കുകയായിരുന്നു. അതാണ് അവരുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കിയത്. ഇന്ന് നിരാശയിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഇത് തന്നെയാണ് പോംവഴി. അല്ലാതെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് എന്നോട് സംസാരിച്ചാൽ എൻ്റെ നിരാശ മാറും എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ രണ്ട് ശിഷ്യന്മാരെ അവരുടെ നിരാശയിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവ് ദൈവവചനമാണ് ഉപയോഗിച്ചത്. ഇനി കർത്താവ് ആദ്യം തന്നെ ഇവർക്കങ്ങ് വെളിപ്പെട്ടു, ഞാൻ യേശുവാണ്, മുറിപ്പാടുകളൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് ദൈവവചനം പറഞ്ഞാൽ എന്തു സംഭവിക്കും? അവർ ദൈവവചനം വിശ്വസിക്കും. കാരണം യേശുവാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞ് അവർ വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ അങ്ങനെയല്ല പറയുന്നത്. കർത്താവിൻ്റെ വായിൽ നിന്ന് തന്നെ ദൈവവചനം കേട്ട അനേകർ അത് വിശ്വസിച്ചില്ല. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ കേട്ട അനേകർ അത് തിരസ്കരിച്ചു. ധനവാൻ്റെയും ലാസറിൻ്റെയും കാര്യത്തിൽ യേശു തന്നെ പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറഞ്ഞത് വിശ്വസിക്കാത്തവർ അത്ഭുതം കണ്ടാലും വിശ്വസിക്കുകയില്ല. അപ്പോൾ യേശു അവിടെ ദൈവവചനത്തിന്, ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാതെ അതാര് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഈ കാലത്ത് പ്രാസംഗികൾക്ക്, ദൈവവചനം പറയുന്നവർക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട്. അവരെ ബഹുമാനിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ദൈവവചനം അത് പറയുന്നതാരാണ് എന്നതിന് പ്രസക്തിയില്ല. ദൈവവചനത്തിനാണ് പ്രസക്തി. അത് ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. അതാര് പറയുന്നു എന്നുള്ളതല്ല, മറിച്ച് അത് ദൈവവചനമാണോ എന്നുള്ളതാണ് പ്രാധാന്യം. ആ പ്രാധാന്യം അരക്കിട്ടുറപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു ആദ്യം തന്നെ താൻ ആരാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാഞ്ഞത്. നിങ്ങളൊരുപക്ഷെ കണ്ടു കാണും, ചില ബൈബിളുകളിൽ യേശു പറഞ്ഞ വാക്കുകൾ ചുമന്ന അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. യേശു പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചിലർ കരുതുന്നത് യേശു പറഞ്ഞ വാക്കുകൾക്ക് അധികം പ്രാധാന്യം, മറ്റുള്ള വാക്യങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ല എന്നാണ്. എന്നാൽ ദൈവവചനം അങ്ങനെയല്ല പറയുന്നത്. ദൈവവചനം പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ യേശു പറഞ്ഞ കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ദൈവവചനം എന്ന സ്ഥാനമാണുള്ളത്. അതിലേറ്റക്കുറച്ചിലില്ല. മറ്റൊരു കാര്യം, ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ അറിയാവൂ എന്ന് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു. ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് മനുഷ്യർക്ക് മനസ്സിലാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശു മടങ്ങിപ്പോയി കഴിഞ്ഞ് യേശു പറഞ്ഞു, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ അയക്കും, അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, ഞാൻ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരും എന്നും യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കർത്താവ് ചെയ്തു കൊടുത്തതാണ്. താൻ ഇതിനു മുൻപ് അവരെ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ, അതായത് താൻ കഷ്ടം സഹിക്കുമെന്നും മരിക്കുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള കാര്യം താൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അവരെ അത് രണ്ടാമത് ഓർമ്മിപ്പിക്കേണ്ടി വന്നു. താൻ അതവരെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇന്ന് നമുക്കോ? കർത്താവ് അവരിൽ നിന്നും അപ്രത്യക്ഷനായി എന്ന് വെച്ചാൽ
താൻ ജഡം ധരിച്ച് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ഇനി താൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരിക്കില്ല. എന്നാൽ കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു. പരിശുദ്ധാത്മാവ് ഇന്ന് വന്ന് ദൈവവചനം വായിക്കുന്ന നമുക്ക് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, മോശയും പ്രവാചകന്മാരും എഴുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു. അത് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം മനസ്സിലാക്കിയ ഈ 2 ശിഷ്യന്മാർ അന്ന് രാത്രി തന്നെ മടങ്ങി യെരൂശലേമിലേക്ക് പോയി. അവർ നിരാശപ്പെട്ട് എല്ലാം കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ എമ്മൗസിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ യേശു ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞതും അവരുടെ ജീവിതത്തിൻ്റെ മുൻഗണനകൾ മാറി. ഇന്ന് ഉറങ്ങിയിട്ട് നാളെ പോകാം എന്നവർ തീരുമാനിച്ചില്ല. ആ രാത്രിയിൽ തന്നെ അവർ മടങ്ങി യെരൂശലേമിലേക്ക് പോയി. പ്രിയ സുഹൃത്തേ, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലെ മുൻഗണനകളെ നിയന്ത്രിക്കണം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0988-22-1957 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988-22-1957.